കൊടിസുനിക്ക് പരോളിന് വേണ്ടി പിന്നാമ്പുറത്തിരുന്ന് വലിയ കളി കളിച്ച പിണറായി വിജയൻ പൊതുമധ്യത്തിൽ വന്നു നിന്ന് ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് തടി തപ്പുകയാണ്. എന്നാൽ നമുക്കറിയാമല്ലോ പിണറായി വിജയൻ തന്നെയാണ് ഇതിന് ചരട് വലിച്ചത് എന്ന്. അതിന് കാരണം കൊടിസുനി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ പിണറായി ഇപ്പോൾ ഞാൻ പരോൾ അനുവദിച്ചേക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് നിക്കറിൽ മുള്ളിക്കാണും. അല്ലെങ്കിലേ പിണറായി വിജയന് കൊടിസുനി ഉൾപ്പെടെയുള്ള സംഘത്തെ പേടിയാണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി ഭരിക്കുമ്പോൾ തന്നെ ഈ ക്രിമിനൽ കൂട്ടം ജയിലിൽ സർവ്വ സൗകര്യങ്ങളോടും കൂടി വിലസിയത്. എന്തായാലും കൊടിസുനിക്ക് പരോൾ അനുവദിച്ച ഇരട്ടച്ചങ്കന്റെ ഫലിതങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സർക്കാരും CPM-ഉം എയറിലാണ്. ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെ മലയാളികൾ CPM-ന് നല്ല ഭേഷ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശ്രീജിത്ത് പണിക്കർ കുറിച്ചത് എന്താണെന്ന് നോക്കാം. കേന്ദ്രം പതാകയുള്ള സാറ്റലൈറ്റ് റിലീസ് ചെയ്തപ്പോൾ സംസ്ഥാനം കൊടിയുള്ള സുനിയെ റിലീസ് ചെയ്തു. ആദ്യത്തേത് ഉപഗ്രഹം, രണ്ടാമത്തേത് ഉപദ്രവം, രണ്ടും എയറിൽ തന്നെ. ഇതായിരുന്നു ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച കുറിപ്പ്. അതിന് താഴെയാണ് നല്ല ഒന്നാം തരം കമന്റുകൾ ഉള്ളത്. രണ്ടാമത്തേതിനെ ഞങ്ങൾ ന്യായീകരണ ക്യാപ്സൂൾ കൊണ്ട് താഴെ ഇറക്കും. ഇതാണ് ഒരാൾ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. ഇത് മാത്രമല്ല, കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ കുറിച്ച് ഗോവിന്ദൻ താത്വികമായ ഒരു അവലോകനം വരെ നടത്തിയിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്ക്. അതേ ഹ്യൂമൻ അനാട്ടമിയുടെ ഉള്ളറകൾ തൊട്ടറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് സുനി, അതായത് പ്രൊഫസർ സുനി. അദ്ദേഹത്തിന്റെ ശരീരശാസ്ത്രത്തിലുള്ള പഠന സാമ്പിളുകൾ ഇന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാണ് മിസ്റ്റർ. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞരായ ഡോക്ടർ ജോൺ വിക്ക്, ഡോക്ടർ മാർക്കോ എന്നിവർ പ്രൊഫസർ സുനിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മാസങ്ങളായി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിലയേറിയ സംഭാവനകൾ കേരള സമൂഹം ഒരിക്കലും മറന്നുകൂടാ. അതായത് ഒരു മനുഷ്യനെ വെട്ടിക്കീറാൻ ഇത്രത്തോളം പ്രാക്ടീസ് ഉള്ള ഒരു മനുഷ്യൻ വേറെ കാണില്ല എന്ന് സാരം. ഇത്രത്തോളം താത്വികമായി CPM-കാർക്കല്ലാതെ മറ്റാർക്ക് പറയാൻ കഴിയും കൊടിസുനിയുടെ കാര്യത്തിൽ? ഇനിയുമുണ്ട് കമന്റുകൾ, ബഹുഗേമമാണ്. സ്വയം 57 വെട്ടുവെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച TPയെ വഴിയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ച കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട കൊടിസുനിയെ വീണ്ടും നവമാധ്യമങ്ങൾ പീഡിപ്പിക്കുന്നു. അനുവദിക്കരുത്. കൊല്ലിച്ചവൻ പുറത്തുള്ളപ്പോൾ കൊന്നവൻ മാത്രം ജയിലിൽ കിടക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ച ജയിൽ DGP-ക്കാണ് അഭിവാദ്യങ്ങൾ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഹീറോ. നിങ്ങൾക്ക് ഉപദ്രവമായിരിക്കാം, പക്ഷേ ലക്ഷക്കണക്കിന് കിറ്റിൽ മുങ്ങിക്കിടക്കുന്ന അന്തം കമ്മികൾക്ക് തൊഴിലാളി പാവപ്പെട്ട പാർട്ടിക്ക് വേണ്ടിയുള്ള ബലിയാണ്. അവരുടെ ഇഷ്ടദേവന്മാരെ ഇങ്ങനെ ഉപദ്രവകാരികളാക്കാതെ പൂജ ചെയ്ത് അവരെ പൂജിക്കൂ, നമിക്കൂ. കേരളത്തിൽ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളിൽ കൊടിസുനിക്ക് മാത്രമേ മനുഷ്യാവകാശം ഉള്ളൂ. സുനിക്കുള്ള പൗരാവകാശം ചന്ദ്രശേഖരൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ തീർത്തു. ഒരു ചെറു വിനോദം, അത്രമാത്രം. സുനി ഇല്ലെങ്കിൽ പാർട്ടി തന്നെ ഇല്ല. അതാണ് അവസ്ഥ. പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ കൊടിസുനിയാണ്. നമുക്ക് അത് ഉപദ്രവമായിരിക്കാം, മറ്റു ചിലർക്ക് അത് ഉപകാരസ്മരണയാണ്. ഒരു നാണയത്തിന് 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതും അങ്ങനെയൊക്കെയാണ് ഭായ്, അങ്ങനെയൊക്കെ അങ്ങ് കണ്ടേക്കണം. അല്ലെങ്കിൽ പല മുഖംമൂടികളും അഴിഞ്ഞു വീഴുമെന്ന് പേടിയായിരിക്കും CPM-കാർക്ക്. പിണറായിക്ക് ശിഷ്ടകാലം സമാധാനം കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ, അല്ലേ? എന്തായാലും പൊളിറ്റ് ബ്യൂറോയുടെ അത്രയും പവർ ഒന്നും ഒരു ISROയ്ക്കും ഇല്ലല്ലോ. ഉപഗ്രഹത്തിന്റെയും മുകളിലുള്ള ഭ്രമണപഥത്തിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കമന്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊടിസുനിയുടെ കാര്യത്തിൽ പിണറായിക്ക് നല്ല പേടിയുള്ളത് കൊണ്ടാണ് ഉടൻ തന്നെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. 30 ദിവസത്തേക്ക് കൊടിസുനിക്ക് പുറത്തിറങ്ങി പൂവുകളെയും പൂമ്പാറ്റകളെയും താലോലിക്കാം. അത്രത്തോളം മനുഷ്യസ്നേഹിയായ ഒരാൾ വേറെ ഇല്ലല്ലോ. ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് കൊടിസുനി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്വർണം പൊട്ടിക്കലാണോ അതോ ഇനി 51 വെട്ടിന് ആരെങ്കിലും ക്യൂ നിൽക്കുന്നുണ്ടോ? എന്തായാലും അറിയില്ല. കൊടിസുനി പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കില്ല. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് മൂപ്പരിപ്പോൾ തിടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എന്നും പറയപ്പെടുന്നുണ്ട്. വിശിഷ്ട അതിഥിയായി അദ്ദേഹത്തെയാണ് CPM കണ്ടുവച്ചിരിക്കുന്നത് അത്രേ.